ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ആദർശിൻ്റെയും നയനയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഇന്ന് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ കനകദുർഗ കാറ് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാറ് കഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനിടയിൽ കനകദുർഗ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്. എൻ്റെ ഈശ്വരന്മാരെ, ഞങ്ങൾക്കൊരു കാറില്ലല്ലോ. ഞങ്ങൾക്കൊരു കാറുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവും കാറൊക്കെ ഓടിച്ച് ഞാൻ ഫ്രണ്ട് സീറ്റിലിരുന്ന് മക്കൾ ഒക്കെ ബാക്ക് സീറ്റിലിരുന്ന് പോകായിരുന്നു. ഏതായാലും സാരമില്ല, എൻ്റെ മക്കൾക്ക് ആ ഭാഗ്യം ഉണ്ടായല്ലോ, അത് തന്നെ വലിയ കാര്യം. എൻ്റെ ഈശ്വരന്മാരെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയല്ല, മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആദർശ് വരികയാണ് കേട്ടോ. അപ്പോൾ ആദർശ് വന്ന് നോക്കുമ്പോഴത്തേക്കും കനകദുർഗ കാറൊക്കെ തുടയ്ക്കുന്നു, കഴുകുന്നു, വൃത്തിയാക്കുന്നു. ഇതാരാ ഈ ജോലി? ആൻറ്റിയോട് പറഞ്ഞ് ആരെങ്കിലും ചെയ്യിപ്പിക്കുന്നതാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് ചെന്നു ആദർശ്. അങ്ങനെ ആദർശ് അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കനകദുർഗ പെട്ടെന്ന് കാറ് കഴുകലൊക്കെ നിർത്തിയിട്ട് ആ മോന് പോകാറായോ എന്ന് ചോദിച്ചു. പോകാറായിരുന്നു ആൻറ്റി. അല്ല, ആൻറ്റിയോട് ആരാ കാറ് കഴുകാൻ പറഞ്ഞത്? അല്ല, ആൻറ്റി എന്തിനാ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്? അയ്യോ, ഇതൊന്നും ഒരു ജോലി അല്ലല്ലോ മോനെ, ഇത് മോൻ്റെ കാറല്ലേ. മോൻ്റെ കാറ് തുടച്ച് വൃത്തിയാക്കി തരുന്നത് അത് എൻ്റെ കടമ തന്നെയാണ്. അത് ഓർത്തിട്ട് മോൻ സങ്കടപ്പെടുകയൊന്നും വേണ്ട. എന്നെക്കൊണ്ട് ഇതാരും ചെയ്യിപ്പിക്കുന്നതല്ല, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാനിത് കഴുകുന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അയ്യോ, അതൊന്നും വേണ്ട ആൻറ്റി. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല മോനെ. ഈ കാറല്ല, വേണമെങ്കിൽ ഞാൻ മോൻ്റെ കാലിലെ ചെരുപ്പ് വരെ തുടച്ചു തരും. കാരണം എനിക്ക് അത്രത്തോളം കടപ്പാടുണ്ട് മോനോട്. എൻ്റെ മകളെ നീ അത്രമാത്രം സ്നേഹിക്കുന്നില്ലേ? നിൻ്റെ ഉള്ളം കയ്യിൽ വെച്ച് എൻ്റെ മകളെ കൊണ്ട് നടക്കുന്നില്ലേ? അതൊക്കെ പോരെ എനിക്ക്. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പം എൻ്റെ മുമ്പിൽ മോനിപ്പം ദൈവത്തിൻ്റെ സ്ഥാനത്താണ് ഞാൻ കാണുന്നത്. എൻ്റെ മകളെ അതുപോലെ നോക്കുന്നുണ്ട്. അവൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ നമ്മുടെ നവ്യനെ പോലെ അല്ലായിരുന്നു. നവ്യ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ വേണ്ടി എന്തും ചെയ്ത് അവളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച് ആണ് അവൾ വളർന്നത്. പക്ഷേ അങ്ങനെയല്ല എൻ്റെ നയനമോള് സ്കൂളിൽ ഒരു ടൂറിന് പോകുമ്പോൾ പോലും ഉണ്ടല്ലോ, എന്നോട് വന്ന് പറയില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പൈസ കൊടുത്ത് അവളെ വിടുമല്ലോ. അങ്ങനെ പോലും പൈസ കളയാൻ അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അവൾ ആ ഒരു സമയത്തെ ആഘോഷങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും കൂടെ പ്രതിമകൾ ഉണ്ടാക്കാൻ കൂടുമായിരുന്നു. അങ്ങനെ മനസ്സുള്ള എൻ്റെ മോൾക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുത്ത ആളല്ലേ ഈ നിൽക്കുന്നത്. അപ്പം പിന്നെ ദൈവത്തിൻ്റെ സ്ഥാനത്തല്ലാതെ ഞാൻ ആരായിട്ടാണ് മോനെ കാണേണ്ടത്? അതുകൊണ്ട് ഇതൊക്കെ എൻ്റെ കടപ്പാടാണെന്ന് കരുതിയാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ ആൻറ്റി വേണ്ട, അങ്ങനെയൊന്നും ചെയ്യുമൊന്നും വേണ്ട കേട്ടോ. കാറ് തുടയ്ക്കാനൊക്കെ ഇവിടെ ജോലിക്കാരുണ്ടല്ലോ, അതുകൊണ്ട് ഈ പണിയൊന്നും ആൻറ്റി ഏറ്റെടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കനകദുർഗയോട് പറഞ്ഞു. ഏതായാലും എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി, ഞാൻ പോകുകയെന്നും പറഞ്ഞ് അങ്ങ് പോകുകയാണ് കേട്ടോ. കനകദുർഗയാണെങ്കിൽ ആയിക്കോട്ടെ, ആദർശ് നയനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ അവർക്കുള്ളിൽ സ്നേഹവും ഒന്നുമില്ല. വെറും കപട നാടകം മാത്രമാണ് നമ്മുടെ ആദർശ് ആടിക്കൊണ്ടിരിക്കുന്നത് എന്ന് കനകദുർഗയ്ക്ക് അറിയത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് കനകദുർഗ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇവർ നന്നായിട്ട് ജീവിക്കുകയാണെന്നാണ് കനകദുർഗയൊക്കെ ഓർക്കുന്നത്. ഏതായാലും പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ പാരകൾ രണ്ടുപേരും ജലജയും അഭിയും എങ്ങനെയെങ്കിലും നയനെയും അതുപോലെ തന്നെ നവ്യയും ഇവിടെ നിന്ന് അടിച്ചോടിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. എത്രയും പെട്ടെന്ന് അത് ഉണ്ടാകണം. അതുമല്ല, ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചതാണെന്ന് അറിയാമോ ഇവിടുത്തെ വേലകളെല്ലാം ചെയ്യുന്ന വേലക്കാരിയായിട്ട് നയന നിൽക്കുന്നത്. അതും ഒരുപാട് ദിവസം ഞാൻ സന്തോഷിച്ചു. പക്ഷേ ഇപ്പം ആ സന്തോഷമെല്ലാം മങ്ങിപ്പോയി മോനെ. ഞാൻ ആഗ്രഹിച്ചതൊന്നും നടക്കുന്നില്ലല്ലോ. അവൾ ഇവിടുത്തെ വേലക്കാരിയായിട്ട് ഒരടിമയെ പോലെ ജോലി ചെയ്യുന്നതൊക്കെ ഞാൻ സ്വപ്നം കണ്ടത്. പക്ഷെ അതൊന്നും നടക്കുന്നില്ലല്ലോ എന്നോർത്തിട്ട് എനിക്കിപ്പോൾ ഭ്രാന്ത് പിടിക്കാമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ കനകദുർഗ നിൽക്കുകയാണ് കേട്ടോ. അപ്പം കനകദുർഗ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഓഹോ, അത്രയ്ക്കായല്ലേ എൻ്റെ മക്കളെ ഇവിടെ നിന്ന് ഓടിക്കുവാനും എൻ്റെ മകളെ വേലക്കാരിയായിട്ട് കാണാനും അല്ലേ നീയൊക്കെ ആഗ്രഹിക്കുന്നത്? നിനക്കിട്ടൊരു പണി തന്നില്ലെങ്കിൽ ഈ കനകദുർഗയുടെ പേര് കനകദുർഗ നല്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കനകദുർഗ ഒരു കാര്യം ചെയ്തു. എന്നും കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ ജലജ തേക്കുന്ന ഒരു ക്രീമുണ്ട്. ആ ക്രീമിൽ എന്തോ വേറൊരു പൊടി ഇട്ട് വെച്ച് കുഴച്ച് വെച്ചു. എന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. എടി വാടി, നിനക്കിട്ട് 8ൻ്റെ പണി തന്നെ അടി ഞാൻ വെച്ചിരിക്കുന്നത്. നീ എന്താ വിചാരിച്ചത്? എൻ്റെ മക്കളെ ഇവിടെ നിന്ന് ഓടിക്കാന്നല്ലേ? ആരാ ഇവിടെ നിന്ന് ഇറങ്ങി ഓടുന്നതെന്ന് നീ കാണാൻ പോകുന്നുള്ളൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്കും ജലജ വന്നിട്ട്
ആ ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങ് വന്ന് ക്രീമൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കുകയാണ്. അപ്പോഴത്തേക്കും കനകദുർഗ വന്നിട്ട് പറഞ്ഞു, ഈ ക്രീമൊക്കെയാണോ തേച്ച് ഇത്രയും സൗന്ദര്യം ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ കനകദുർഗേനെ ഒന്ന് നോക്കിയിട്ട്, അല്ല ഞാൻ സത്യമായിട്ടും ചോദിച്ചതാ, അതെ അബിയുടെ അമ്മയ്ക്ക് നല്ല സൗന്ദര്യമുണ്ട്, ഈ ക്രീമൊക്കെ തേച്ചിട്ടാണോ എന്ന് ചോദിച്ചപ്പം എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം ഈ ക്രീമൊക്കെ തന്നെയാണ്, ഇതൊക്കെ ഒത്തിരി വിലപിടിപ്പുള്ള ക്രീമുകളാണ്, ഇതൊന്നും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അല്ല കനകദുർഗ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം ഞാൻ മഞ്ഞളൊക്കെ അരച്ചിടും, അല്ലാതെ വേറെ ഒന്നും ഞാനങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല, എൻ്റെ മുഖത്ത് ഞാനങ്ങനെ ഒന്നും ഉപയോഗിക്കുന്നില്ല, അതിനുള്ള പൈസയും സാമ്പത്തിക ശേഷിയൊന്നും ഞങ്ങൾക്കില്ലല്ലോ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം ജലജയുടെ അത്രയും സൗന്ദര്യം അഭിയുടെ അമ്മയുടെ അത്രയും സൗന്ദര്യം എനിക്കില്ലാത്തതെന്നൊക്കെ പറയുക. അപ്പോഴത്തേക്കും അല്ലെങ്കിലും ഇതൊക്കെ ഉണ്ടല്ലോ വലിയ വലിയ വീട്ടുകാർക്കൊക്കെ പറഞ്ഞിരിക്കുന്ന ഈ ക്രീമൊക്കെ ഇതൊക്കെ തേച്ചിട്ടാണ് ഞാനിങ്ങനെ പളപളാ മിനുങ്ങുന്നതെന്നൊക്കെ പറഞ്ഞ് അതിങ്ങനെ കയ്യിലൊക്കെ തൂത്ത് മുഖത്തൊക്കെ വാരി ഇങ്ങനെ തേച്ചു. പതുക്കെ പെട്ടെന്ന് ചൊറിച്ചിൽ വരുന്നു നമ്മുടെ ജലജ പെട്ടെന്ന് കൈയൊക്കെ ഇങ്ങനെ വെച്ച് നോക്കി, അയ്യോ ഇതെന്താ പറ്റിയത് ചൊറിയുന്നത്, ഇനിയിപ്പം ഡേറ്റ് കഴിഞ്ഞു പോയതാണോ എന്നൊക്കെ പറഞ്ഞ് ഡേറ്റൊക്കെ നോക്കിയപ്പോഴത്തേക്ക് അയ്യോ ഡേറ്റ് ഒന്നും കഴിഞ്ഞു പോയിട്ടില്ല, അയ്യോ എൻ്റെ ഈശ്വര മൊത്തം ചൊറിയുവാണല്ലോ എന്നും പറഞ്ഞ് ഒരു ചൊറിച്ചിൽ അത് 2 ചൊറിച്ചിലായി, അങ്ങനെ മുഖം മൊത്തം ചൊറിയുകയാണ്. ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കനകദുർഗ എന്താ പറ്റിയതെന്ന് ചോദിച്ചു. എനിക്കറിയില്ല, എന്തോ പറ്റിയിട്ടുണ്ട്, അതെ എന്തോ എൻ്റെ ക്രീമിലുണ്ട്, അല്ലെങ്കിൽ പിന്നെ എന്നും തേക്കുന്ന ക്രീം ഇങ്ങനെയല്ലായിരുന്നു, ഇങ്ങനെ ചൊറിയത്തില്ലായിരുന്നു, ഈ ക്രീമിന് എന്തോ പറ്റിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചൊറിച്ചിൽ. ഏതായാലും ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ കനകദുർഗ അങ്ങ് രസിച്ചിരിക്കുകയാണ് കേട്ടോ. കനകദുർഗയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. കനകദുർഗയോട് പറഞ്ഞു, അതെ അവിടെ വേറെ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അതിങ്ങെടുത്ത് തന്നെ കുറച്ച് വെളിച്ചെണ്ണ വല്ലതും എടുത്ത് തന്നെ ഞാനത് തേക്കട്ടെ, അപ്പോഴത്തേക്ക് ഈ ചൊറിച്ചിൽ മാറത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആ ക്രീം തന്നെ കുറച്ചും കൂടെ നമ്മുടെ കനകദുർഗ എടുത്ത് മുഖത്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കനകദുർഗ പറഞ്ഞു, ഇത് മഞ്ഞളിട്ടാൽ ചിലപ്പോൾ മാറുമായിരിക്കും, വേണമെന്ന് ചോദിച്ചു. എങ്കിൽ പിന്നെ മഞ്ഞൾ തരാൻ പറഞ്ഞു. അത് നമ്മുടെ കനകദുർഗ എന്തോ ആഡ് ചെയ്തിട്ട് അതും എടുത്ത് മുഖത്ത് തേച്ച് കൊടുത്തു. ഇതെല്ലാം കൂടെ തേച്ച് ചൊറിഞ്ഞ് അവിടെയും ഇവിടെയും പാണ്ടുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ കനകദുർഗയല്ല ജലജ. കനകദുർഗ ഇതെല്ലാം കണ്ടിട്ട്, എടി നിനക്ക് എൻ്റെ മക്കൾ ഇവിടെ നിന്ന് ഓടിക്കണമല്ലേടി, ഇപ്പോൾ ഓടിക്കാടി, ഇപ്പം നീ ഇവിടെ നിന്ന് ഓടുന്നത് ഞാൻ കാണിച്ചു തരാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കനകദുർഗ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ ആദർശിനെ കാണിക്കാൻ കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിൽ ഓഫീസിൽ വല്ലാത്തൊരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ പെട്ടെന്ന് അനു വന്നിട്ട് എന്ത് പറ്റിയേട്ടാ, എന്താ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞത് വേറൊന്നുമല്ല, ഞാൻ നയനെക്കുറിച്ച് ഓർക്കുമായിരുന്നു, അവൾക്ക് എന്തോ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അവൾ എന്നോടൊന്നും തുറന്നു പറയുന്നില്ലെന്ന് പറഞ്ഞപ്പം, എങ്ങനെ തുറന്നു പറയാനേ ഏട്ടൻ്റെ സ്വഭാവം ഇതല്ലേ, ഏട്ടന് ഏടത്തിയോട് ഒന്ന് നന്നായിട്ടൊന്ന് സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യണം. അപ്പോഴേക്കും ഈ ഒരു ഇതൊക്കെ അങ്ങ് മാറി, അകലമൊക്കെ അങ്ങ് മാറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നയനടുത്ത് തുറന്നു പറയും. അല്ലാതെ ഈ മസിൽ പിടിച്ച് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനടുത്തേക്ക് തുറന്നു പറയാൻ തോന്നുമോ, പേടിയായിരിക്കൂലേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അതിപ്പോൾ എങ്ങനെയാണ് അതിപ്പം എന്താ നിങ്ങൾക്ക് തുറന്ന് സംസാരിച്ചാൽ എന്താ പ്രശ്നം ഇരിക്കുന്നത്, ഒരു കാര്യം ചെയ്യുക, വീട്ടിൽ ഇതൊന്നും പറ്റില്ല, വീട്ടിൽ വെച്ച് ഇങ്ങനെ ഒന്നും സംസാരിക്കില്ല പെണ്ണുങ്ങൾ, ഏട്ടനൊരു കാര്യം ചെയ്യുക, ഞാനൊരു ഹോട്ടൽ ബുക്ക് ചെയ്ത് തരാം, അവിടെ പോയിട്ട് നിങ്ങളൊരു ദിവസം അടിച്ചു പൊളിക്കാം, അപ്പോൾ അതിനിടയിൽ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ നയനേടത്തിയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും സ്യൂട്ട് ആകത്തില്ലടാ, അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞപ്പം, അതെന്താ ശരിയാവാത്തത്, അതേ സ്വന്തം ഭാര്യേനെയും കൊണ്ടല്ലേ അല്ലേ പോകുന്നത്, അല്ലാതെ കാമുകീനെയും കൊണ്ടൊന്നും അല്ലല്ലോ പോകുന്നത്, അതുകൊണ്ട് ധൈര്യമായിട്ട് പൊക്കോ, ഞാൻ ഏതായാലും ബുക്ക് ചെയ്യാൻ പോവുക എന്ന് പറഞ്ഞ് നമ്മുടെ അനി അങ്ങ് പോവുകയാണ് കേട്ടോ. ആദർശാണെ ആകെ പെട്ട അവസ്ഥ. ഇനിയിപ്പം ഈ ഒരു പുറത്തു പോക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ അനന്തപുരിയിൽ ഉണ്ടാക്കുമെന്ന് അറിയില്ലല്ലോ. അപ്പം ആദർശം ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ആ ഒരു ക്യാബിനിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു. പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ കനകദുർഗേനെ തന്നെയാണ്. അപ്പം കനകദുർഗ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴത്തേക്കും അവിടെ കൊണ്ട് കാറി നടക്കുകയാണ് നമ്മുടെ ജലജ കാറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജലജയ്ക്ക് അത്രമാത്രം ചൊറിച്ചിലാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് അഭി വന്നിട്ട് ഇത് എന്താന്ന് ചോദിച്ചു. അയ്യോ എൻ്റെ മോനെ എനിക്കറിയില്ല, എന്തോ ഒരു ക്രീം തേച്ചപ്പോഴാണ് ഇങ്ങനെ ആയത്, അതെ ഇവളോട് പുറത്ത് പോകാൻ പറ, ഇവളിന്ന് എൻ്റെ കൂടെ കിടക്കണ്ട, ഇവളിന്ന് എൻ്റെ കൂടെ കിടന്നു കഴിഞ്ഞാൽ ശരിയാവില്ല, ഇവളിന്ന് ഒറ്റ ദിവസത്തേന് നവ്യയുടെ കൂടെ കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കനകദുർഗ പറഞ്ഞു, അതെങ്ങനെ ശരിയാകും, എനിക്കാണെങ്കിൽ അഭിയുടെ അമ്മയുടെ കൂടെ കിടക്കാതെ ഉറക്കം വരില്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി പോയി ഈ റൂമെന്ന് പറയുമ്പോൾ, എൻ്റെ പൊന്ന് കനകദുർഗ നീ ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ മോനെ, ഇവളെ ഒന്ന് ഇറക്കി വിടു മോനെ എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ അഭി കനകദുർഗയോട് പറയുന്നു, കുറച്ച് നേരത്തേനെ ഒന്ന് മാറിപ്പോവാൻ ആൻറ്റി, അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഇരിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കനകദുർഗ അങ്ങനെയാണെങ്കിൽ ഞാൻ പോകാമെന്നും പറഞ്ഞങ്ങ് പോവുകയാണ് കേട്ടോ. ഏതായാലും വല്ലാത്തൊരവസ്ഥയിൽ ആണ് നമ്മുടെ കനകദുർഗയല്ല ജലജ ഉള്ളത്. അപ്പം ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ കനകദുർഗ ആ ഒരു ഗുളിക മിക്സ് ചെയ്ത്
അതായത് ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് എന്തോ ഒരു ഗുളിക മേടിച്ചിട്ടുണ്ട്. ആ ഒരു ഗുളിക മിക്സ് ചെയ്ത് നമ്മുടെ നവ്യയ്ക്ക് കൊടുക്കാൻ വേണ്ടി അബീനെ പറഞ്ഞു വിടുകയാണ്. അപ്പം ആപ്പിൾ ജ്യൂസിനകത്ത് വല്ലതും കലക്കി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ അടുക്കളയിൽ ചെന്നിട്ട് നയനയോട് പറഞ്ഞു ഒരു ആപ്പിൾ ജ്യൂസ് വേണം എന്നിങ്ങനെ അബി പറഞ്ഞപ്പോഴത്തേക്കും ആർക്കാന്ന് ചോദിച്ചപ്പം അത് നവ്യയ്ക്കാന്ന് പറഞ്ഞു. ആണോ, എങ്കിൽ പിന്നെ ഇപ്പം അടിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആപ്പിൾ ജ്യൂസ് നയനയെ കൊണ്ട് തന്നെ അടുപ്പിക്കുകയാണ് നവ്യയ്ക്ക് കൊടുക്കാൻ. എന്നിട്ട് നമ്മുടെ അഭിമനസ്സിൽ വിചാരിക്കുക, ചേച്ചീനെ കൊണ്ട് തന്നെ ഇത് ചെയ്യിപ്പിക്കണം, ചേച്ചി കുടിച്ച ആപ്പിൾ ജ്യൂസ് കഴിച്ച് തന്നെ അവളുടെ ഗർഭം അങ്ങോട്ട് കലങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ആപ്പിൾ ജ്യൂസ് മേടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ആപ്പിൾ ജ്യൂസ് മേടിച്ചുകൊണ്ട് പോകുന്ന ഈ ഒരു സമയത്ത് കനകദുർഗയും നവ്യയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം കനകദുർഗ ആയിക്കോട്ടെ നവ്യയോട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. മോൾ ഇങ്ങനെയൊന്നും ആയാൽ ശരിയാവില്ല, ഇനിയിപ്പം ഹെൽത്തൊക്കെ നോക്കണം, അതുമല്ല നീ എപ്പോഴും അബിയോട് വഴക്കൊന്നും ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്കും അബി ആപ്പിൾ ജ്യൂസ് കൊണ്ടുവന്ന് കണ്ടപ്പോഴത്തേക്കും കണ്ടില്ലേ നിന്നോട് എത്ര സ്നേഹം ഉള്ളത് കൊണ്ടാണ് അബി ആപ്പിൾ ജ്യൂസൊക്കെ കൊണ്ടുവന്നതെന്നിങ്ങനെ കനകദുർഗ പറയുന്നു. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ നവ്യ ആപ്പിൾ ജ്യൂസ് മേടിച്ചിട്ട് അയ്യോ ആപ്പിൾ ജ്യൂസ് ആണെങ്കിൽ എനിക്ക് വേണ്ട എന്നിങ്ങനെ പറഞ്ഞ് മാറ്റി വെക്കുകയാണ് കേട്ടോ. ആപ്പിൾ ജ്യൂസ് ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല എന്നും പറഞ്ഞ് മാറ്റി വയ്ക്കുകയാണ്. പക്ഷെ അത് കുടിക്കുക തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. ഏതായാലും ആപ്പിൾ ജ്യൂസ് കുടിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഗർഭം ഉണ്ടെങ്കിലല്ലേ ഗർഭം അലസിപ്പോകത്തുള്ളൂ, ഗർഭം ഇല്ലാതെ ഗർഭം അലസിപ്പോകാൻ പോകുന്നില്ലല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ പുതിയ ചാനലായ ചിന്നൂസ് വേൾഡ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. സോറി, ചിന്നൂസ് വേൾഡ് അല്ല കേട്ടോ, അല്ലൂസ് വേൾഡ് മാറിപ്പോയതാട്ടോ. ചിന്നൂസ് വേൾഡ് അല്ല, അല്ലൂസ് വേൾഡ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പുതിയ ചാനലാണ്. ഇപ്പം വ്ളോഗ്സൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ വിശേഷങ്ങളൊക്കെ പതുക്കെ നമ്മൾ അതിലിടുന്നതായിരിക്കും. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. നമുക്കപ്പം കമൻറ്റ് ബോക്സിൽ പോയാൽ ലിങ്ക് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.